എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയോന്ന് എനിക്ക് ഡൗട്ടാണ് കേട്ടോ. 2 ദിവസം മുമ്പ് ഞാൻ മുളക് പറിക്കണ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ മുളകൊന്ന് മെതിച്ചെടുക്കണേ കേട്ടോ കാണണേ. എല്ലാവരും അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മുറ്റത്തുള്ള കൊടിയിലെ മുളക് പഴുത്തപ്പോൾ അത് പറിച്ചെടുക്കണ വീഡിയോ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ആ മുളകൊന്ന് മെതിച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ ഈ കുരുമുളകും കൊടിയൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ചെയ്യണേ. അപ്പോൾ അത് മെതിച്ച് ലാസ്റ്റ് ഉണങ്ങി എങ്ങനെ കുരുമുളകായിട്ട് വന്നതെന്ന് പറയുന്ന പ്രോസസ്സാട്ടോ ഇത്. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ഒരു ചാക്കയിലോ എന്തിലെങ്കിലും ഒക്കെ ഇട്ട് ഇങ്ങനെ മെതിച്ചെടുക്കൂട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിക്കണം, ഒരു സപ്പോർട്ട് കിട്ടാനാണ് ഞാൻ ഈ അകത്ത് നിന്ന് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി മുളകൊന്നും അങ്ങനെ പഴുത്തിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം താമസിച്ചാണ്. ഇത് ആദ്യം പഴുത്ത് വന്ന കൊടിയാട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടോ. പെട്ടെന്ന് അങ്ങ് ചവിട്ടി അത് കിട്ടും. അത് ഓൾറെഡി പഴുത്തും കൂടെ വന്നായിരുന്നു കണ്ടോ. ഇതിങ്ങനെ ചവിട്ടി എടുക്കുമ്പോൾ നമ്മുടെ കാലിൽ നല്ല കറ പിടിക്കും കേട്ടോ. ഒത്തിരിയൊക്കെ കുരുമുളക് ഫുള്ള് പറിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഫുൾ വീഡിയോ ഇട്ട് കാട്ടിത്തരാം. അന്നേരം കാലിൽ നല്ല കറുത്ത് വരും കേട്ടോ, കറയായിട്ട് വരും. ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഒത്തിരി കറയൊന്നും പിടിക്കും. നമ്മളിങ്ങനെ കാലും കൊണ്ട് മെതിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വള്ളിയെന്ന് മുളകൊക്കെ നന്നായിട്ട് അടർന്ന് വീഴും കേട്ടോ. അങ്ങനെ അടർന്ന് വീണാലാണ് നമുക്ക് ഉണക്കാൻ വെക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പം കുറച്ചൊക്കെ ഇതേ തന്നെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് പറിച്ചെടുക്കണേ. അപ്പോൾ അടർന്ന് വീണ കുരുമുളകെല്ലാം കൂട്ടി വെച്ചിട്ട് ബാക്കിയുള്ള ഒന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതാട്ടോ ഈ കാണുന്നത്. ഞാനൊരു മുറത്തിലേക്കൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യണേ പ്രക്രിയ കേട്ടോ ഇത് ഒത്തിരി കൂടുതലൊക്കെ ഉള്ളപ്പോൾ ഇത് ചെയ്യണേ ഒരു ഭയങ്കര പൊല്ലാപ്പാട്ടോ. എന്നാലും കുരുമുളകിനൊക്കെ നല്ല വിലയുള്ളപ്പോൾ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. ഞാനൊരു ചെറ്റയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അടർത്തി എടുക്കണം കുരുമുളക് ഇട്ട് വെക്കുവാട്ടെ. കുരുമുളകിൻ്റെ ഗുണങ്ങൾ എന്നെക്കാളേറെ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. നമ്മുടെ ഫുഡിലൊക്കെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. നമ്മുടെ മീറ്റ്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിൽ ബാക്കി എല്ലാ മുളകുകളും ചേർത്താലും ലാസ്റ്റ് ഒന്ന് ആ കുരുമുളക് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടില്ലെങ്കിൽ എന്താ ടേസ്റ്റ് അല്ലേ അതിന്. നമ്മുടെ മിക്ക ഇറച്ചിക്കും തന്നെ നമ്മുടെ കുരുമുളക് അത്യന്താപേക്ഷിതമല്ലേ. എന്നാലാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇങ്ങനെ ഫുഡിന് മാത്രമല്ല, നമ്മുടെ കഫക്കെട്ട്, ചുമ അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം നമ്മുടെ എല്ലാ മരുന്നിലും, ആയുർവേദ മരുന്നിലും നമ്മുടെ മെയിനായിട്ട് നിൽക്കുന്ന ഈ കുരുമുളക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ തണുപ്പ് സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുളകിൻ്റെ വിലയൊക്കെ അങ്ങ് കുതിച്ചു കയറും. ഇങ്ങനെ പെറുക്കിയെടുക്കണേ ഒരു പൊല്ലാപ്പ് പണിയാണെങ്കിലും കുറച്ച് കുരുമുളകൊക്കെ എനിക്ക് ചിരട്ടയിലായിട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം പെറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഞാനൊരു പോക്ക് പോകണ്ട കേട്ടോ. എങ്ങോട്ടാണെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. പോക്ക് കണ്ടിട്ട് ആർക്കെല്ലാം പിടികെട്ടിങ്ങി പെട്ടെന്നൊന്ന് പറയണം കേട്ടോ. വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് പറയണം. ആ മുളകൊക്കെ പറിച്ചിട്ട് ബാക്കിയുള്ള കുരുമുളകിൻ്റെ ചരടൊന്ന് നമ്മുടെ റോട്ടിൽ നടക്കണ വഴിക്ക് ഒന്ന് വെതറാൻ പോയതാട്ടോ. കുറച്ചുണ്ടായിരുന്നുള്ളൂ. എന്നാലും കണ്ടേക്കണ ഇത് അങ്ങനെയാട്ടോ. എല്ലാവരും നടക്കണ വഴിക്ക് ഇതിൻ്റെ ചരട് കൊണ്ടുപോയി ലാസ്റ്റ് അങ്ങനെയാണ് തൂളാറുള്ളത് കേട്ടോ. അതിൻ്റെ പിന്നിലെ തത്വം എന്നാന്ന് ഇതുവരെ എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ആർക്കെങ്കിലും പിടികിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നാട്ടിലും ഇങ്ങനെയുള്ള ഒരു തത്വം ഉണ്ടോയെന്നും കൂടെ പറയണേ. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോയെന്നും അതോ ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളോ അങ്ങനെയെന്നും പറയണേ. അപ്പോൾ ഞാൻ കിട്ടിയ കുറച്ച് കുരുമുളകും എടുത്ത് ഒരു ചാക്കും എടുത്തുകൊണ്ട് വാർക്കപ്പൊക്കത്തിലേക്ക് പോണതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്കായി നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യും. ഇത് ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.